മലയാളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര അവസ്ഥ തന്നെയാണ്. എന്നാ അറിയാം, അതായത് ജനിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ പാലുകുടി തേൻകുടി എന്ന് പറഞ്ഞിട്ടൊരു പ്രഷർ വേറെ. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ പഠിത്തത്തിൽ അതൊരു പ്രഷർ വേറെ. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ജോലി ആയില്ലേ മോനെ എന്ന് പറഞ്ഞിട്ടുള്ള പ്രഷർ വേറെ. പിന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രഷർ വേറെ. ഇതൊക്കെ കഴിഞ്ഞാൽ കുട്ടിയായില്ലേ എന്ന് ചോദിച്ചിട്ട് വേറെ. ഇങ്ങനെ മലയാളികളെ പ്രഷർ. ഇനി കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, പിന്നെ അവരുടെ പഠിപ്പായി, അതുപോലെ തന്നെ അവരുടെ ജോലിയായി, അവരുടെ വീടായി, അങ്ങനെ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഇടുത്തി പോലെ വന്ന് 1,00,000 രൂപയായി പോലും ഒരു പവൻ സ്വർണത്തിന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പെൺമക്കളുള്ള അച്ഛന്മാരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചങ്കിടിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാം, എത്രത്തോളം ഇത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇല്ലേ, എത്ര പവനോ കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് കുറേ മാലിയെല്ലാം ഉണ്ടെങ്കിൽ ഇനി കുറച്ചേ ഉള്ളെന്നാ പറയാ. അറിയോ, അവൻ്റെ പവറെല്ലാം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇവൻ എല്ലാവനാന്ന്. ഒരു തൊങ്ങും ഇല്ലായിരുന്നു. ഈ കാണുന്ന ഇതേ ഉള്ളൂ ഇവനില്ലെന്ന് പറഞ്ഞു അങ്ങനെ കളിയാക്കും. ഇത് പേടിച്ചിട്ടാണ് പല ആൾക്കാരും കടവും ഇതൊക്കെ വാങ്ങിച്ചിട്ട് എന്ന് പറഞ്ഞാൽ സ്വർണം കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല. ഒരാളുടെ കയ്യിൽ പോലും പൈസ ഉണ്ടായിട്ടും അല്ല കൊടുക്കുന്നത്. ഈ പറച്ചൽ പേടിച്ചിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ സദ്യ കൊണ്ട് പോകാതെ ഇതും ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എത്ര പവനാണെന്നടോ നിൻ്റെ മോൻ കല്യാണം കഴിച്ചെടുക്കുന്ന കൊണ്ടുവന്നത്? ഇത്ര പവനാണെന്ന് പറഞ്ഞു. ഒന്നും ഇല്ലാതെ എടുക്കുന്ന കല്യാണം കഴിച്ചിനല്ലേ. എന്തെങ്കിലും ഉള്ളെടുക്കുന്ന കാറ്റം നോയിക്കൂടേനാ. നിനക്ക് എന്തിനാന്ന് ആ ചെക്കനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുഴിയിൽ ചാടിച്ചിനി? ഈ 10 പവനുള്ളത് അന്തേൻ്റെ എടുക്കുന്നത്. ഇങ്ങനെ കളിയാക്കുന്ന ആരാ അറിയാം? കൂടുതൽ പെണ്ണുങ്ങൾ തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ പറയുന്നത് എന്താ അറിയാം, 1,00,000 രൂപ സ്വർണത്തിന് വന്നപ്പോൾ ഇനി ആരും സ്വർണം കൊടുക്കണ്ട. പിന്നെ ചില വിദ്വാന്മാർ ഇതാണ്, സ്ത്രീധനം ചോദിക്കത്തില്ല. ഈ സ്ത്രീധനം ചോദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ പോയിട്ട് കല്യാണം കഴിക്കും. അതിട്ട് കഴിക്കത്തുമില്ല. അതായത് അവൻ കഴിക്കുന്നത് പിന്നീട് അറിയാം, കൊമ്പത്തുനിന്ന് മാത്രമേ കഴിക്കുള്ളൂ. അവിടെ സ്ത്രീധനം കൊടുത്തില്ലെങ്കിലും ചോദിച്ചില്ലെങ്കിലും അവനറിയാം ഒരു 10-25 പവൻ എങ്ങനെയായാലും ഇടും. അതുമാത്രമല്ല, പിന്നെന്ന് പറഞ്ഞാൽ കുറേ സ്ഥലത്തിൻ്റെ വീതവും കാര്യങ്ങളൊക്കെ വേറെയും കിട്ടും. ഇതൊക്കെ കഴിയുമ്പോഴേക്ക് അവന് സ്ത്രീധനത്തിനെക്കാട്ടിയും തുക വന്നു. ഇതും അറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഈ സ്ത്രീധനം വേണ്ട എന്ന് പറയുന്ന കുറേ ആൾക്കാർ ക്യാമ്പയിനും അതുപോലെ തന്നെ ഇതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ സ്ത്രീധനം ഞങ്ങൾ വാങ്ങിക്കില്ല, സ്ത്രീധനം ഞങ്ങൾ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്ലേ കാർഡും എടുത്ത് വരുന്ന ഒരു എഞ്ചിനീയർ, ഓനോട് നമ്മൾ പറയുന്നത് ആ വീട്ടിൽ പോയിട്ട് ഒരു കല്യാണം കഴിക്കോടോ, ആകെ 2 പവനേ കിട്ടുള്ളൂ, ഇതിൽ 1 പവനേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഓൻ പോവോ? ഓൻ ഒരിക്കലും പോകത്തില്ല. ഇനി ഓൻ പോകാന്ന് പറഞ്ഞവൻ്റെ അച്ഛനും അമ്മമാർ വിടുവോ? അതും പെടത്തില്ല. ഇനി അച്ഛനമ്മമാർ സമ്മതിച്ചു കഴിഞ്ഞാൽ തന്നെ ബന്ധുക്കൾ വിടുവോ? അതും വിടൂല. അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഹസനമാണ് മൊത്തം. നമ്മളൊക്കെ സ്ത്രീധനമില്ല, സ്ത്രീധനം വേണ്ട, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ ഉള്ളെടുക്കുന്ന മാത്രമേ നമ്മളെല്ലാം കഴിക്കുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പെണ്ണ് കിട്ടാത്തതുകൊണ്ട് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പൈസ ഇല്ലെങ്കിൽ വേണ്ടിയില്ലടോ, പെണ്ണ് സൗന്ദര്യം ഉണ്ടായാൽ മതി, പഠിത്തം ഉണ്ടായാൽ മതി എന്നൊക്കെ പറയുന്ന ചില വിദ്വാന്മാരും ഉണ്ട്. അവന്മാരും ആദ്യം ഇറങ്ങിയിട്ടെന്നാ നോക്കും അറിയാം വീട് എങ്ങനെയുണ്ട്, സ്ഥലമൊക്കെ ഉണ്ടാ. ഇപ്പം സ്ഥലത്തിനല്ല കേട്ടോ, ഇപ്പം എന്താ വെച്ചാൽ പൈസയൊക്കെ ഉണ്ട് ഐറ്റുങ്ങളെ കയ്യിൽ. ഇത് തന്നെയാണ് എല്ലാവരെയും ചിന്ത. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വർണം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. മലയാളികളുടെ വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിലേക്കും ആ കടം കയറി മുടിഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞ ജീവൻ ഒടുക്കലിലേക്കും ഒക്കെ മലയാളികൾ മാറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയൊരു ടാസ്ക് മക്കളുടെ കല്യാണം കഴിച്ച് അടുത്ത നിമിഷം തന്നെ വീട് വിൽക്കുക. വീട് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് 2 ആളും മരിക്കുക. ഈ ഒരു സംഭവത്തിലേക്കാണ് മലയാളികൾ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ മലയാളികളുടെ ഈ മഞ്ഞ ലോകത്തുള്ള ഭ്രമം തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലാണ് ജ്വല്ലറി ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ? വേറെ എവിടെയെങ്കിലും ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കുന്നുണ്ടാ? ഇപ്പം ഹൈദരാബാദിൽ ഒരു ജ്വല്ലറി തുടങ്ങുന്നുണ്ടെങ്കിൽ അത് മലയാളിയാണ് തുടങ്ങുന്നത് കൂടുതൽ. അവിടെ കസ്റ്റമർ മലയാളികളാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാന്ത്രക്കാരനൊന്നും പോയിട്ട് കടം മേടിച്ചിട്ടൊന്നും ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്വർണം മേടിക്കത്തില്ല, കന്നഡക്കാരൻ മേടിക്കത്തില്ല, തമിഴന്മാർ മേടിക്കത്തില്ല, ഹിന്ദിക്കാർ മേടിക്കത്തില്ല. അപ്പം നമ്മളിവിടെ നിന്നാണ്, നമ്മളിവിടെ എങ്ങനെയെങ്കിലും ഒരു 10 പവൻ കൊടുക്കണ്ടേ? 10 പവൻ കൊടുക്കണം. ആകെ നമ്മളെ കയ്യിലത് 1,00,000 ഉറുപ്പ്യ ആയിരിക്കും. എന്നിട്ട് ആ പിരിഞ്ഞു വരുമ്പം തരും എന്ന് പറഞ്ഞിട്ട് കുറേ കടം മേടിക്കും പോയിട്ട്. ആര് പിരിഞ്ഞു വരുമ്പം തരലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറിൽ വെച്ച് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ആരെങ്കിലും കുറേ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം എങ്ങനെയല്ലോ കൂടി ആടുന്നും വാങ്ങിച്ച് ഇവിടുന്നും വാങ്ങിച്ച് അവിടുന്നും വാങ്ങിച്ച് കിട്ടാവുന്ന ഏറ്റവും വാങ്ങിക്കും. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടവും കടത്തുമ്പോൾ കടമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സമാധാനക്കേടായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കൃത്യമായിട്ടെന്ന് പറയുന്നത് ഒരു തന്തയും തള്ളയാണെങ്കിൽ കൃത്യമായിട്ട് ഇതെടുക്കുക. എൻ്റെ മകൾക്ക് ഞാൻ വിദ്യാഭ്യാസമേ കൊടുക്കത്തുള്ളൂ, അതുമാത്രവുമല്ല അവൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 1-2 പവൻ കൊടുക്കാം, അതിൽ കൂടുതൽ നിങ്ങൾ കൊടുക്കും എന്ന് ഒരിക്കലും പറയരുത്.
പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങനെയുള്ള കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകള് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ, അതായത് ഇതൊക്കെ കേട്ടിരിക്കുന്ന അവർക്കും കൊടുക്കാൻ പാങ്ങൊന്നുണ്ടാവില്ല, എന്നാലും അവർ പറയോ 2 പവനാ കൊടുത്തത്. നിങ്ങളൊരു കാര്യം ചെയ്യണം. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും കല്യാണം കഴിക്കാൻ വരുന്ന ചെറുക്കനോട് സംസാരിക്കുക. നിനക്ക് സ്വർണമാണോ വേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ മകളെയാണോ? ഇനി അങ്ങനെ നിങ്ങൾക്ക് നാണക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറേ നല്ല പൊന്നിൻ്റെ ഇത് കിട്ടൂലേ, ആഭരണങ്ങൾ, അത് കൊണ്ടുവന്നിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അതിന് ചെറുക്കന്മാരും പിന്നെ സഹായിക്കണം. ഒരു സിനിമയിൽ തിലകം പറയുന്നുണ്ട്, അതായത് നിനക്ക് വേണ്ട കുടുംബം, നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എൻ്റെ മകളെ ഞാൻ തന്നു, ഇനി നിന്റെ കുടുംബം ഉണ്ടാക്കാനും കൂടി എനിക്ക് സ്വത്ത് തരാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അതായത് കുടുംബം ഉണ്ടാക്കേണ്ടത് ഓരോ ആണിൻ്റെയും അവരുടെ ആവശ്യമാണ്, ആണിൻ്റെയും പെണ്ണിൻ്റെയും ആവശ്യമാണ്. അതിനെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ തന്തയായി പോയി എന്ന് വിചാരിച്ചിട്ട് അവരെ ഇട്ടിങ്ങനെ ചക്രശ്വാസം വലിപ്പിച്ച് അവരെ വീട് വിൽക്കേണ്ട ഗതിയിലാക്കി വെക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴും ഒരുപാട് ആൾ, ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും നാളെ വാടക വീട്ടിലേക്ക് താമസം മാറാൻ വേണ്ടി നിൽക്കുന്നവരാണ്. വീഡിയോ കാണുന്ന ആ ചേച്ചിയും ചേട്ടനും കണ്ട അവർ വളരെ ദുഃഖത്തോടു കൂടിയാണ് കാണുന്നത്. അവർക്ക് എന്താ വെച്ചാൽ 2 പെൺമക്കളാണ് അവർക്ക്. ആ 2 പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു, അവരെ വീട് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുക, നാളെ വാടക വീട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. എന്തിനാ അറിയാ, ഈ 2 പിള്ളേർക്ക് സ്വർണം മേടിച്ചു കൊടുത്തിയാ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇനിയിപ്പം വേറൊരു കാര്യം പറയാം, ഈ 400 പവനും 500 പവനും കൊടുത്തിട്ട്, ഇല്ലെങ്കിൽ 10ഓ 100ഓ പവൻ കൊടുത്തിട്ട് നിങ്ങളുടെ മകൾ അവിടെ സന്തോഷവതിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും വിസ്മയും ഉത്തരയും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ജീവിച്ചിരിപ്പിക്കേണ്ടതല്ലേ? അവരൊക്കെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാല ചാർത്തിയ ആ ഒരു ഫോട്ടത്തിലാണ് നിൽക്കുന്നത്. അവർ പൈസയിലായിട്ടല്ല, അവരൊക്കെ പൈസയുള്ള തന്തമാരുടെ മക്കളാണ്. 400ഉം 500ഉം പവനാന്ന് കൊടുത്തത്, നല്ല നല്ല ജോലിക്കാരനാണ് കൊടുത്തത്. എന്നിട്ടും അവരൊന്നും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ എവിടെയാണെന്നോ ഈ സ്വർണം നമുക്ക് സമാധാനം തരുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എല്ലാവരും പറയുന്നു സ്വർണം സമാധാനം തരും, പൈസ സമാധാനം തരും, ഒരു മണ്ണാങ്കട്ടിയും തരൂല. ഞാൻ എല്ലാ വീഡിയോയിലും പറയലാന്ന്, എൻ്റെ ക്യാമറാമാൻ പറയലാന്ന്, നിങ്ങൾ ഇനിയെങ്കിലും ഇത് നിർത്തണം. അതായത് എല്ലാ വീഡിയോയിലും പറഞ്ഞ് കേട്ട് മടുത്തുപോയി. എന്നാലും ഞാൻ ഇതിനെതിരെ സമരം ചെയ്യും. അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയൊരു കൂടാരാക്കി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ചാവിയും കൊടുക്കുക. മോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ വന്ന് താമസിച്ചോ, അതാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ 400 പവനോ 500 പവനോ കാറോ ഇതൊന്നും കൊടുത്തിട്ട് ഒരു കാര്യവും. ഞാൻ അതാണ് മനസ്സിലാക്കുന്നത്. അതായത് ചില ടീമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ലാണ്ട് പറയില്ല, എനിക്ക് സ്ത്രീധനമായിട്ട് ബൈക്ക് കിട്ടി, സ്ത്രീധനമായിട്ട് കാറ് കിട്ടി, സ്ത്രീധനമായിട്ട് അത് കിട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവൻ്റെയൊക്കെ ഉളുപ്പ്, ഇവനൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്? അല്ല, ഇവനൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന തന്തമാറിയാന്ന് പറയേണ്ടത്. ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാർ പെണ്ണും ചോദിച്ചു വരുമ്പോൾ ഇറക്കി വിടുക വേണ്ടത്. ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന്. നേരെ എങ്ങനെയാ? കാരണം അവൻ്റെ പത്രാസ് നോക്കണ്ടേ. അവൻ ഗൾഫിൽ 4 ലക്ഷം സാലറി ഇല്ലവനാ. അതുപോലെ തന്നെ അവനിവിടെ MBD മറ്റേ പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലാ. അതുപോലെ മറ്റവനാണെങ്കിൽ വലിയ പണക്കാരനാ. ഈ സ്റ്റാറ്റസാണ് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ശാപന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താ വേണ്ടതെന്നറിയാം, അതായത് ഇനിയുള്ള അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് മാത്രമേ സ്വർണം വാങ്ങിക്കാതൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ വലിയൊരു കെണിയിലാന്ന് കൊണ്ട് എത്തിക്കുന്നത്. മനുഷ്യന്മാർക്കെന്ന് പറഞ്ഞാൽ ആകെയുള്ളതൊരു ജീവിതം മാത്രമാണ്. ആ ജീവിതം ഇങ്ങനെ ഉരുകി ഒലിച്ച് ജീവിക്കാതെ നമ്മൾ എല്ലാ സമയത്തും തന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് വേണ്ടത്. മരിക്കണം, എപ്പോൾ മരിക്കുമോ അത് മരിച്ചോട്ടെ, അത് കുഴപ്പമില്ല. ഇനിയിപ്പോഴും അയ്യോ രോഗം വരുമോ അങ്ങനെ വിചാരിക്കുകയും വേണ്ട. എപ്പോഴെങ്കിലും ഒരിക്കൽ മരിക്കും, അങ്ങ് മരിച്ചോട്ടെ. പക്ഷെ അതുവരെ നമുക്ക് സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഷെയർ ചെയ്തോ മക്കളെ, ഷെയർ ചെയ്തോ, എല്ലാവരും അറിഞ്ഞോട്ട് ഷെയർ ചെയ്തോ. ബൈ.